അനുസ്മരിക്കുന്ന ഒരു വാർഷിക ഉത്സവമാണ് ക്രിസ്മസ്. മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനായി ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന ദിവസമാണിത്. ആദ്യം തന്നെ ക്രിസ്മസ് ദിനത്തിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആകാശങ്ങൾക്ക് ആരംഭം കുറിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി അനീറ്റയെയും മഞ്ജുവിനെയും കെസിയനെയും ക്ഷണിക്കുന്നു. നമുക്ക് എണീറ്റ് നിൽക്കാം. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറി സ്വാഗത പ്രസംഗത്തിനായി സൺഡേ സ്കൂൾ അധ്യാപിക ഷെൽബി ടീച്ചറിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ട്രെയിനിങ് ജോസഫ് ഹെഡ്മാസ്റ്റർ, പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ശിഷ്ടാധികാരികളെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിന്റെ ദിനമാണ്. ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. ഈ ആഘോഷ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട്. സദാ പ്രസന്നവദനവും സകലയിലും നന്മ കാണുന്ന നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ട്രെയിനിയറ്റിനെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹാർദവമായി വിശിഷ്ടാതിഥിയായിരിക്കുന്ന ജോസ് അച്ഛനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ തിരക്കുകൾക്കിടയിലും ഈ സൺഡേ സ്കൂളിന്റെ ചുമതല ഏറ്റെടുക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജെയിംസ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വമായി സ്വാഗതം ചെയ്യുന്നു. സൺഡേ സ്കൂൾ ലീഡറായി ഇരിക്കുന്ന അഞ്ജുവിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മക്കൾക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ട നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ ഊഷ്മളമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സൺഡേ സ്കൂളിൻ്റെ ജീവനും ആത്മാവുമായ ഓരോ കുഞ്ഞുമക്കളെയും ആത്മാർത്ഥമായി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുട്ടികളുടെ പരിപാടികൾ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയിരിക്കും മാതാപിതാക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗത പ്രസംഗം പറഞ്ഞ ഷെൽബി ടീച്ചറിന് നന്ദി. അടുത്തതായി നമ്മുടെ ഈ ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുക്കാനായി വളരെ ദൂരത്ത് നിന്ന് എത്തിച്ചേർന്ന ക്രിസ്മസ് പാപ്പാമാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായി സൺഡേ സ്കൂൾ ഡയറക്ടറും ഇടവക വികാരിയുമായ ബഹുമാനപ്പെട്ട റെനി അച്ഛനെ ആദരവോടും ക്ഷണിക്കുന്നു. ഇന്നത്തെ സൺഡേ സ്കൂളിൻ്റെ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് കാനട്ടച്ച, നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മാസ്റ്റർ ജെയിംസ് സാറ്, വേദിയിൽ പ്രത്യേകമായി ആയിരിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ സ്കൂൾ ലീഡറായിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛു, സ്നേഹബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ,
സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ഹാപ്പി ക്രിസ്മസ് ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുകയാണ്. വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഒന്ന് പോകാനിടയായി. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു, നമ്മുടെ ഇവിടെ ക്രിസ്മസ് കരോളില്ല എന്ന് പറഞ്ഞു. ക്രിസ്മസ് കരോൾ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സംബന്ധിച്ചോളം ഒത്തിരി ക്രിസ്മസ് കരോളുകൾ ഇവിടെ എല്ലാം ഉണ്ട്. അത് നമ്മളല്ല നടത്തുന്നത്, ഹിന്ദുസാണ് കൂടുതലും ഈ കരോളുകൾ നടത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ചേട്ടനും കൂടി ഇങ്ങനെ ക്രിസ്മസിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തു. അപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് കരോൾ അവിടെ ഒരെണ്ണം നടന്നു. അതിൽ പാപ്പ ഇല്ലായിരുന്നു എന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യം ഇതായിരുന്നു, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് ശരിക്കും അവർക്ക് ഓർമ്മകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഓർമ്മകൾ, ധൂർത്തപുത്രൻ തിരിച്ചു വരാനായിട്ടുള്ള കാരണം, ധൂർത്തപുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ളൊരു കാരണം വീട്ടിലെ സ്നേഹാനുഭവം കൊണ്ടാണ് ധൂർത്തപുത്രൻ തിരിച്ചു വന്നത്. ഇതുപോലെ ക്രിസ്മസ് എന്ന് പറയുന്ന അനുഭവം നമ്മുടെ ചെറുപ്പത്തിലെ അനുഭവമാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഓർക്കുമ്പോൾ അവർക്ക് ശൂന്യതയായിരിക്കും അവർക്കുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ആഘോഷം നടത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. കാരണം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അവരുടെ കണ്ണുകളിൽ ഉയരുന്നതായിട്ട് ഓർമ്മയായിട്ട് തീരാനായിട്ട്. ഈ പ്രസംഗമൊന്നുമല്ല, കുഞ്ഞു പ്രോഗ്രാംസാണ് കുഞ്ഞുങ്ങളെ ഹൃദയത്തിൽ നിറയ്ക്കുക. ഈ അവസരത്തിൽ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഈ കൊറോണ കാലത്ത് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയും സ്നേഹപൂർവ്വം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ബഹുമാനപ്പെട്ട ജോസ് കോനാണ്ടച്ചൻ ഈ ആശ്രമത്തിലുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാനെപ്പോഴും കരുതാറുണ്ട്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. അച്ഛൻ പൊള്ളുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പ്രഗത്ഭമായ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അച്ഛൻ്റെ പിതാവ് ഹെഡ്മാസ്റ്ററായിരുന്നു, അധ്യാപകനാണ്. അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പ്രിൻസിപ്പൾ ആയിരുന്നു എന്ന് മാത്രമല്ല, അച്ഛൻ ഈ പ്രോഗ്രാം കാണുമ്പോൾ വളരെ എന്താ പറയുക, വളരെ ചെറിയൊരു പ്രോഗ്രാം അച്ഛൻ്റെ സ്കൂളുകളിൽ വലിയ പ്രോഗ്രാംസ് അച്ഛൻ നടത്തിയിട്ടുണ്ട്. അച്ഛനെ വിളിക്കാനായിട്ടുള്ള ഒരു കാരണം അച്ഛൻ വഹിക്കുന്ന പദവിയും അച്ഛനായിരുന്ന ആ പൊസിഷൻസ്, അതൊരു കാര്യം. രണ്ടാമത് അച്ഛൻ യേശുവിനെ പോലെ വളരെ എളിമയുള്ള ഒരു അച്ഛനാണ്. ഏത് പ്രോഗ്രാം പറഞ്ഞാലും സന്മനസ്സോടുകൂടി വരാനായിട്ടുള്ള എളിമയുള്ള ഒരു അച്ഛനാണ് എന്നുള്ളത് കൂടിയാണ് അച്ഛനെ ഈ പ്രോഗ്രാമിൽ വിളിക്കാനുള്ള ഒരു കാരണം. അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഒത്തിരി സന്തോഷവും നന്ദിയും ഞാൻ സ്നേഹപൂർവ്വം നന്ദി വേറെ ഒഫീഷ്യലായിട്ട് പറയുന്നെങ്കിൽ പോലും ഞാനും ആ സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ വളരെ സ്നേഹ സാന്നിധ്യമായി നമ്മളോടൊപ്പം ആയിരിക്കുന്ന ജെയിംസ് സാറിൻ്റെ സാന്നിധ്യം, സാറ് എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പമുണ്ട്. സാറിൻ്റെ സാന്നിധ്യത്തെ ഒത്തിരിയേറെ ഞാൻ വിലമതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ഈ പ്രോഗ്രാം ചെറിയൊരു പ്രോഗ്രാം ആണെങ്കിലും ആ പ്രോഗ്രാം നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രയത്നങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇവിടെ നടക്കുന്ന ചില പ്രോഗ്രാംസ്, അതിൽ 2 ഡാൻസ് പഠിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട അഖിലയാണ്. ആ മകള് അവധിക്ക് ഇവിടെ വന്നത് വലിയൊരു ഭാഗ്യവും ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ ക്രിസ്മസ് പ്രോഗ്രാം നടക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് അഖില. ആ മോൾ ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മുടെ ബോയ്സിനെ ഒരു ഡാൻസ് പഠിപ്പിച്ചത്. അതിൽ തന്നെ ആ മകളുടെ ഡാൻസിൻ്റെ കഴിവ് മനസ്സിലാക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു ഡാൻസ് പഠിപ്പിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ വരെ സ്കൂളിലൊക്കെ ഞാൻ എത്രയോ വർഷം പഠിപ്പിച്ചു, 7 വർഷമൊക്കെ പഠിപ്പിച്ച അച്ഛനാണ്. ഞാൻ ഇന്നുവരെ ഒരിക്കലും ഒരു സ്കൂളിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ് പഠിച്ച ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുള്ള അഖിലയുടെ സാന്നിധ്യത്തെ വളരെ വിലമതിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു ടീച്ചറും അഞ്ചും ഒക്കെ കൂടി ചേർന്ന് ഒരു ഡാൻസ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അവരെ നന്ദിയോട് ഓർക്കുകയാണ്. ജോസ്ന അവരുടെ കോളേജിലുള്ള ഒരു നേറ്റിവിറ്റി പ്ലേ അതിവിടെ നടത്താമെന്ന് മകൾ ആഗ്രഹിച്ചു. അതും
ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. തെരേസയുടെ നേതൃത്വത്തിൽ കരോള് പഠിപ്പിച്ചു. അവരുടെ ടീം ഓരോരുത്തരെയും പറയുന്നില്ല, അവരുടെ നേതൃത്വത്തിലുള്ളവരെയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജിലുള്ള ഈ കർട്ടൻ, ഇതവിടെ അകത്ത് പൊടി പിടിച്ച് കിടന്ന ഒരു കർട്ടനാണ്. നമ്മുടെ ബെഞ്ചോയും ജിതിനും കൂടെ വലിഞ്ഞു കയറിയാണ് ഇതിങ്ങനെ ചെയ്ത് കഷ്ടപ്പെട്ട്, അല്ലേ, സാര കാര്യം പക്ഷേ ഇത് ചെയ്ത ഒരു കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്നസ് ടീച്ചറും ജോബിൻ, അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോസനാണ് ഈ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത്. അവനിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ അക്ഷരങ്ങൾ മനോഹരമായി എഴുതിയത് ആൻഡ്രോസനാണ്. അപ്പോൾ മനോഹരമായി അവരെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഇവിടെ ഈ കേക്കൊക്കെ മേളത്തെ കുറച്ച് ചെറിയ കേക്കുകളാണ് മേടിച്ചത്. നമ്മുടെ ഫ്രാൻസിസ് സാറാണ് അത് നമ്മളെ കൊണ്ടുവന്നത്. സ്പോൺസർ ചെയ്തിരിക്കുന്ന വഴി തന്നെയാണെങ്കിൽ സാറാണ് ഇത് കൊണ്ടുവരാൻ തയ്യാറായത്. അതുപോലെ തന്നെ ഇതിവിടെ എല്ലാം അടിച്ചു വാരി ഇതെല്ലാം അറേഞ്ച് ചെയ്തത് നമ്മുടെ കൃപ, കരുണ ടീച്ചർ, ജോസ്ന ടീച്ചർ, ആഗ്നസ് ടീച്ചർ, ബിജി ടീച്ചർ, മഞ്ജു ടീച്ചർ, അവരെയൊക്കെ പ്രത്യേകം സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രയത്നങ്ങൾ ഞാൻ അവിടെ വരുന്നില്ലെങ്കിലും കാണുന്നുണ്ട്, അറിയുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ സ്വാഗതം പറയുന്നത് ഷെൽഫി ടീച്ചറാണ്. ടീച്ചർ നമുക്കറിയാം ഇവിടുത്തെ പുതിയ ഒരാളാണ്. ആളിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ ഉടൻ തന്നെ ടീച്ചർ വന്ന് കോൺഫിഡൻസോടുകൂടി വന്ന് സ്വാഗതം നന്നായി പറഞ്ഞു. വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ ടീച്ചറെ ഞാൻ കൃത്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് നന്ദി പറയുന്നത് മഞ്ജു ടീച്ചറാണ്. ടീച്ചറും അതുപോലെ തന്നെ അതിനുള്ള ഒരു മനസ്സ് കാണിച്ചു ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോസ്ന ടീച്ചർ ഈ പ്രോഗ്രാമിൻ്റെ ഒരു നെടുന്തൂണായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. നമ്മുടെ ജിതിൻ കപ്പിയാർ, അവനും ഇതിനെല്ലാം കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും ബെഞ്ചോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം ഇവിടെ നടക്കില്ലായിരുന്നു. ഈ പ്രോഗ്രാമിൻ്റെ 75% എഫർട്ട് എടുത്തിരിക്കുന്നത് ബെഞ്ചോയ്ക്കാണ്. പ്രത്യേക ഒരു അഭിനന്ദനം. ബെഞ്ചോയെ പോലെ ഒരു വ്യക്തി ഉള്ളത് ഒരച്ഛൻ്റെ ഭാഗ്യമാണ്. ഇത്രയും പറന്ന് നടന്ന് എന്ത് കാര്യം പറഞ്ഞാലും അച്ഛൻ ചിന്തിക്കുന്നതിൻ്റെ 100 ഇരട്ടി സ്പീഡിൽ അത് ടീച്ചറാണെങ്കിൽ ആരോട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ബെഞ്ചോയ്ക്കും ഞാൻ വളരെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം കുഞ്ഞുമക്കളെ നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കുട്ടികൾക്ക് പ്രചോദനമേറുന്ന വാക്കുകളാൽ ആശംസ അറിയിച്ച റേനിയച്ചൻ നന്ദി. അടുത്തതായി നമ്മുടെ ഈ ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുക്കാനായി വളരെ ദൂരത്തു നിന്ന് എത്തിച്ചേർന്ന ക്രിസ്മസ് പാപ്പാമാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പാപ്പാമാർക്ക് നന്ദി. അടുത്തതായി ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായി ഫാദർ ജോസ് കോളാഞ്ചേരിയെ ക്ഷണിക്കുന്നു. ആദരണീയനായ ചുമപ്പെട്ട അരണ്യച്ച, സൺഡേ സ്കൂൾ മാസ്റ്റർ ജെയിംസ് സാറ്, സൺഡേ സ്കൂളിൻ്റെ ലീഡർ അഞ്ചു, ഏറ്റവും പ്രിയമുള്ള അധ്യാപകരെ,
ഏറ്റവും പ്രിയ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മൾ വളരെ സന്തോഷമായിട്ട് ഈ അവസരത്തിൽ നമ്മുടെ ഈ കൊല്ലത്തെ ക്രിസ്മസ് ആഘോഷം നമ്മൾ നടത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ക്രിസ്മസ് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരവസരം. നല്ലവനായ ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ഒരുവനായിട്ട് ജനിച്ചതിനെ അനുസ്മരിക്കുന്ന അവസരം. അതുകൊണ്ട് തന്നെ വെറുമയാക്കലിൻ്റെ, എളിമയാക്കലിൻ്റെ ഒക്കെ അവസരമാണ് ക്രിസ്മസ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഈ ക്രിസ്മസിൻ്റെ ശാന്തിയും സമാധാനവും ഒക്കെ നമുക്കെപ്പോഴും കൂടുതലായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, ക്രിസ്മസിൻ്റെ സന്ദേശം ആദ്യം ലഭിച്ചതും പാവപ്പെട്ട ആട്ടിടയർക്കാണ്. അതുപോലെ ക്രിസ്തുവിനെ ജനിച്ചത് വലിയ കൊട്ടാരത്തിലൊന്നുമല്ല. നമുക്കറിയാം, അതിലൊരു കാര്യത്തൊഴുത്തിലാണ് അവിടുന്ന് ജനിച്ചത്, പാവങ്ങളിലെ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമുക്ക് വേണ്ടിയിട്ട് സ്വയം വെറുമയാക്കി ലോകത്തിലേക്ക് വന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. അതായിരിക്കണം എപ്പോഴും ക്രിസ്മസ് നമുക്ക് സന്ദേശം. നമുക്കറിയാം, ക്രിസ്മസ് ഒരിക്കലും ക്രൈസ്തവരുടെ മാത്രം ഒരു ആഘോഷമല്ല, എല്ലാ മനുഷ്യരുടെയും ആഘോഷമാണ്, എല്ലാവരുടെയും ആഘോഷമാണ്. നമ്മുടെ ഇടവക ദേവാലയ സഭകൾ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരവസരം കൂടി പ്രത്യേകിച്ച് നമുക്കറിയാം. നമ്മുടെ നമുക്ക് എല്ലാത്തിനും നേതൃത്വം നൽകാനായിട്ട് ബന്ധപ്പെട്ട വികാരിച്ച അന്വേഷണങ്ങളുണ്ട്. അച്ഛൻ്റെ ആ ഒരു വലിയ നേതൃത്വം നമുക്ക് തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് നമ്മുടെ ഇടവകയെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ നൽകുന്ന സാറിൻ്റെ നേതൃത്വം എല്ലാവരും വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ ഇടവകയും സൺഡേ സ്കൂളിലൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ക്രിസ്മസ് നമുക്കെപ്പോഴും ഈ ശാന്തി സമാധാനം എല്ലാവരുടെയും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ കുടുംബങ്ങളിലായാലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരവസരം നമുക്കെപ്പോഴും ഉണ്ടാകും. അതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയ സന്തോഷം. നമുക്കറിയാം, വലിയ പ്രസംഗം കേൾക്കാനൊന്നുമല്ല, എല്ലാവരും ഇരിക്കുന്ന കുട്ടികളുടെ പരിപാടികൾ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി പ്രസംഗം പറഞ്ഞ് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എല്ലാവരും എല്ലാത്തിനും എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്യുക. ക്രിസ്മസിന്റെ സന്ദേശം ഏറ്റവും മനോഹരമായി പറഞ്ഞു തന്ന അച്ഛന് നന്ദി പറയുന്നു. അടുത്തതായി ക്രിസ്മസ് ആഘോഷത്തിന് നിറവേറി ഒരു ഗാനം ആലപിക്കാനായി സൺഡേ സ്കൂൾ അധ്യാപിക ആൻഡ്രസ ടീച്ചറിനെ ക്ഷണിക്കുന്നു.
മനോഹരമായ ഒരു ഗാനം ആലപിച്ച ടീച്ചറുടെ നന്ദി പറയുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കാനായി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെയിംസ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സൺഡേ സ്കൂൾ ഡയറക്ടർ റിനീച്ച, നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ജോസ് കോനാട്ടച്ച, പ്രിയമുള്ള അധ്യാപകരെ, പ്രിയ രക്ഷകർത്താക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തപ്പോൾ വളരെ ചെറിയൊരു അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ തീർക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാം, അതായത് ആദ്യത്തെ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് നടത്താമെന്ന് പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ് നമ്മുടെ റെനിയച്ചൻ്റെ നേതൃത്വത്തിൽ. ശരിക്കും ഞാൻ ഹെഡ് മാസ്റ്റർ എന്നുള്ള രീതിയിൽ ആണെങ്കിൽ പോലും എനിക്ക് ഇപ്പോൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും നേതൃത്വം വഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. റെനിയച്ചൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ ശരിക്ക് 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വളരെ ഗംഭീരമായ ഒരു ക്രിസ്മസ് ആഘോഷമാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ അധ്യാപകർ, ശരിക്ക് എനിക്ക് തോന്നുന്നത് ഇത്രയും ആത്മാർത്ഥതയോടുകൂടി, വളരെ സന്മനസ്സോടുകൂടി ഏത് കാര്യത്തിലും നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ നമ്മുടെ റെനിയച്ചനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഒരു ചെറിയ സമയം, ഒരു ചെറിയൊരു പ്ലാനിങ് മതി നമ്മുടെ ഏത് പരിപാടികളും അത് വളരെ ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കുന്നു. ശരിക്കും നമുക്ക് റെനിയച്ചൻ ഇപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു, പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ റെനിയച്ചന് തന്നെയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഔദ്യോഗികമായ നന്ദി പ്രകടനം ഉണ്ടെങ്കിൽ പോലും അച്ഛൻ കാണിക്കുന്ന എല്ലാ പ്രവർത്തനം, അച്ഛനെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും, അതുപോലെ തന്നെ സൺഡേ സ്കൂളിനെ മുന്നോട്ട് നയിക്കുവാനായിട്ട് അച്ഛൻ കാണിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ അവസരത്തിൽ ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് കൂട്ടുകാരും ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 3-4 ടീച്ചേഴ്സ്, വളരെ പക്വതയുള്ള 3-4 ടീച്ചേഴ്സ് നമ്മുടെ സൺഡേ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. പുതുതായിട്ട് നമ്മുടെ ഇപ്പോൾ സ്വാഗതം ആശംസിച്ച ഷെൽബി ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം പാട്ടുപാടിയ ആൻഡ്രീസ, അതുപോലെ തന്നെ നമ്മുടെ നന്ദി പറയുന്ന മഞ്ജു ടീച്ചർ, പിന്നെ നമ്മുടെ ബിജി ടീച്ചർ, അങ്ങനെ 4 അധ്യാപകർ ഈ വർഷം നമുക്ക് പുതുതായിട്ട് സൺഡേ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ സജീവമായിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും കുട്ടികളെ യേശുക്രിസ്തു ജീവിച്ച ആ ഒരു രീതി എല്ലാവർക്കും, അല്ലേ, പ്രായത്തിലും ജ്ഞാനത്തിലും എല്ലാം മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ സംപ്രീതനായി വളർന്നു വന്ന ആ ഒരു മനോഭാവമായിരിക്കണം നമ്മുടെ കുട്ടികളായ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. കാരണം നമ്മൾ ജ്ഞാനത്തിലും പ്രായത്തിലും അതിൻ്റെ പക്വതയോടുകൂടി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഈശോയോടൊത്തായിരിക്കും. ഇന്നത്തെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ വായനയിലൊക്കെ കണ്ടതുപോലെ നമ്മൾ മറ്റുള്ളവരെ വെളിപ്പെടുത്തണം. ഈശോയെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടും ഈശോയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനുമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കണം. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ ഈശോയ്ക്ക് യോജിച്ച രീതിയിൽ നല്ല മക്കളായിട്ട് നല്ല രീതിയിൽ വളർന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്ക് 26-ാം തീയതി നമ്മൾ ക്രിസ്മസ് ആഘോഷം നടത്താഞ്ഞത് നിങ്ങൾ ഓരോരുത്തരുമൊക്കെ ബന്ധുവീടുകളിലൊക്കെ പോയെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് അസൗകര്യം ഉണ്ടാകുമെന്ന് കരുതിയാണ് നമ്മൾ ഈ 2-ാം തീയതിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ നമുക്ക് ന്യൂ ഇയർ ആയി. അപ്പം ഈ അവസരത്തിൽ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസ അർപ്പിച്ച ജെയിംസ് സാറിന് നന്ദി. അടുത്തതായി സൺഡേ സ്കൂൾ അധ്യാപകൻ ഫ്രാൻസിസ് സാറിനെ ആശംസ അർപ്പിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ആദരണീയനായ ജോസച്ച, ഏറ്റവും പ്രിയപ്പെട്ട റെനിയച്ച, സ്നേഹമുള്ള ജെയിംസ് സാറ്, സൺഡേ സ്കൂൾ ലീഡർ അഞ്ജു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരി, എല്ലാവർക്കും എൻ്റെ ഊഷ്മളമായ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നൽകുന്നു. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സന്ദേശം ഒരു കഥയുടെ രൂപത്തിൽ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു പട്ടിയും പൂച്ചയും ഉണ്ടായിരുന്നു. നമുക്കറിയാം, പട്ടിയുടെയും പൂച്ചയുടെയും രണ്ട് വളർത്തുമൃഗങ്ങളാണ്. പട്ടിയുടെയും പൂച്ചയുടെയും സ്വഭാവത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പട്ടിയുടെ സ്വഭാവമായിരിക്കത്തില്ല പൂച്ചയുടെ സ്വഭാവം. രണ്ടിനും ഒരുപാട് അന്തരമുള്ള രണ്ട് വ്യത്യസ്തമായ വളർത്തുമൃഗങ്ങളാണ്. ഒരു ദിവസം ഈ പൂച്ച വീടിൻ്റെ ഉമ്മർത്ത് വന്നിരുന്ന് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ ഈ പൂച്ച പെട്ടെന്ന് ഉണർന്നിട്ട് വളരെ ഉച്ചത്തിൽ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. വളരെ ഉച്ചത്തിൽ ചിരിക്കുകയാണ്. അപ്പൊ ഈ പട്ടി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പട്ടി പൂച്ചയോട് ചോദിച്ചു, എന്തിനാണ് അത് ഇത്ര പെട്ടെന്ന് ഉണർന്നിട്ട് ഇത്ര ഉച്ചത്തിൽ ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. അപ്പം ഈ പൂച്ച ചിരിച്ചതിന്റെ മറുപടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു സ്വപ്നം എന്ന് ചോദിച്ചപ്പോൾ പൂച്ച പറഞ്ഞു, ആകാശത്തു നിന്നും വളരെ ഭയങ്കര കനമുള്ള മഴ ഇങ്ങനെ പെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഒച്ച കേട്ടുകൊണ്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതെന്ന് പറയുന്നത്. അപ്പോൾ പട്ടി വീണ്ടും സംശയം, മഴ പെയ്യുമ്പോൾ നീ എന്തിനാ ഇത്ര ഉച്ചത്തിൽ ചിരിക്കുന്നത്? അപ്പൊ അത് മഴത്തുള്ളികളായിരുന്നില്ല, ചെറിയ എലിയുടെ കുഞ്ഞുങ്ങളായിരുന്നു മഴയായിട്ട് വീണത്. അതുകൊണ്ടാണ് പൂച്ച അത്രയും ഉച്ചത്തിൽ ചിരിച്ചത്. അതുകൊണ്ട് പട്ടിക്ക് ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചില്ല. കാരണം എലിയും പട്ടിയും യാതൊരു ബന്ധവുമില്ല. പൂച്ചയ്ക്ക് വളരെ സന്തോഷമാണ്. പൂച്ചയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് എലി കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് പൂച്ച ചിരിച്ചത്. അതപ്പം ഈ പട്ടി ഈ പൂച്ചയുടെ സന്തോഷത്തെ കെടുത്തി കളയും. അവന്റെ സന്തോഷത്തിൽ പങ്കുചേരാതെ ആ സന്തോഷം കെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ പൂച്ചയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ പൂച്ചയ്ക്ക് വളരെ ദുഃഖം തോന്നി. കാരണം എൻ്റെ സന്തോഷത്തിൽ പട്ടി പങ്കുചേരുന്നില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ പൂച്ച വളരെ ദുഃഖത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ പൂച്ച തന്നെ മനസ്സിൽ ചിന്തിച്ചു, ഈ പട്ടിയെ ഒന്ന് സന്തോഷിപ്പിക്കണം. അതിന് ഈ പൂച്ച കണ്ട മാർഗമാണ് അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്ന് അടുക്കളയിൽ നോക്കിയപ്പോൾ അവിടെ കോഴിക്കറി വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അവിടെ മറ്റാരും ഇല്ലായിരുന്നു. അതുകൊണ്ട് പട്ടിയുടെ ഭാഗ്യമായിരിക്കാം അവിടെ ആളില്ലാതിരുന്നത്. അതുകൊണ്ട് ഈ പട്ടി എന്ത് ചെയ്തു, അവിടുന്ന് രണ്ട് കോഴിയുടെ കഷ്ണം എടുത്തുകൊണ്ട് വന്ന് പൂച്ച ഈ കോഴിയുടെ കഷ്ണം എടുത്തുകൊണ്ട് വന്ന് പട്ടിക്ക് കൊടുത്തു. അപ്പൊ പട്ടിക്ക് വളരെ സന്തോഷമാണ്. പട്ടിക്ക് വയറ് നിറച്ച് ആഹാരം കിട്ടില്ല എന്ന് പറഞ്ഞ് പട്ടി വളരെ സന്തോഷിച്ചു. അപ്പൊ ആ സന്തോഷത്തിൽ പൂച്ചയും രണ്ടുപേർക്കും വളരെ സന്തോഷമാണ്. ഇതാണ് കഥ. കഥയിൽ ഒരു ചെറിയ സന്ദേശം ഒളിച്ചിരിപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ആ സന്തോഷം ഒരിക്കലും നമ്മൾ കെടുത്തി കളയാതെ ആ സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ ചേർന്നുകൊണ്ട് അവരുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റുക എന്നുള്ളൊരു വളരെ നല്ലൊരു സന്ദേശം ഈ കഥയിൽ ഒളിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ പട്ടിയുടെ സ്വഭാവത്തിൽ പെടാതെ പൂച്ചയുടെ സ്വഭാവത്തിലേക്ക് നമ്മളെല്ലാം ആ ഒരു സ്വഭാവം നമുക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിച്ച ഫ്രാൻസിസ് സാറിന് നന്ദി. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കേക്ക് മുറിക്കുന്നതിനായി ജോസച്ചനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. We wish you a Merry Christmas.
നമ്മുടെ കൊച്ചുകുട്ടികൾ ഈശോയുടെ ജനനം ഒരു കഥ രൂപേണ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. അതിനായി നമ്മുടെ കൊച്ചുകുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഏതാ നമ്മുടെ ഏത് ഫോട്ടോ അല്ലല്ലേ ഇവിടെ അല്ലേ അതല്ല അച്ഛന്മാർ പരിപാടി ഇന്നെന്റെ കുഞ്ഞിന് വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞു തരാം. ഉണ്ണീശോയുടെ കഥ. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെറോഡീസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ഉണ്ണീശോയുടെ മമ്മയുടെ പേര് എന്താണെന്നറിയോ? അപ്പയുടെ പേരോ? ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്, ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്ന് യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പനപ്രകാരം ജനസംഖ്യയിൽ പേര് ചേർന്ന ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്ത് ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തെത്തി. എന്നിട്ട്